ഹലോ ഗൈസ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിക്ഷേപം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രധാന ഉദ്ദേശ്യം അതിൽ നിന്ന് ലാഭം നേടുക എന്നതാണ്. നാം ചെയ്യുന്ന ഏത് നിക്ഷേപവും നമ്മുടെ പ്രധാന ഉദ്ദേശ്യം കുറച്ച് ലാഭം നേടുക, ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കണം എന്നതാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നാം നികുതി അടയ്ക്കേണ്ടതും ഉണ്ട്. നികുതി ബാധ്യതയും വരുന്നു. കൂടാതെ അധികം കേസുകളിൽ നികുതി കുറച്ച ശേഷം മാത്രമാണ് നമുക്ക് പണം ലഭിക്കുന്നത്. അതിനാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിനും ഒരു നിക്ഷേപകനും വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ നിക്ഷേപങ്ങളിലും അതിൻ്റെ നികുതി ചികിത്സ എങ്ങനെയാണെന്ന് നോക്കി അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി നിക്ഷേപം നടത്തുന്നത് വളരെ പ്രധാനമാണ്. ഏത് നിക്ഷേപവും ചെയ്യുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഇത്. മ്യൂച്വൽ ഫണ്ട് എന്നത് പലതരം നിക്ഷേപ ഓപ്ഷനുകൾ ലഭ്യമായ ഒരു വഴിയാണ്. അവയുടെ നികുതി ചികിത്സയും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ നികുതി ചികിത്സ വേറെയാണ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ നികുതി ചികിത്സ വേറെയാണ്. അതിനാൽ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് അവരുടെ ക്ലയൻറ്റുകൾക്ക് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം വിശദമായി അറിയിക്കേണ്ടത് വളരെ പ്രധാനമാണ്. NSM സീരീസ് 5 എന്നതിൻ്റെ 8ാം അധ്യായം നികുതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അധ്യായത്തിൻ്റെ പേര് ടാക്സേഷൻ എന്നാണ്. ഹായ് ഗൈസ്, നിങ്ങളുടെ ചാനലായ സെൻട്രി ഷാല ബൈ സെൻട്രി സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ണർ. എൻ്റെ പേര് അനുജ് ആണ്. നിങ്ങൾ കാണുന്നത് NSM സീരീസ് 5 പാസ് ഫോർ സ്യൂർ വീഡിയോകളാണ്. ഇതുവരെ വന്ന വീഡിയോകളിൽ ഞങ്ങൾ 7 അധ്യായങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇത് NSM സീരീസ് 5ൻ്റെ 8ാം അധ്യായമാണ്. ഈ അധ്യായം ടാക്സേഷനെ കുറിച്ചാണ്. ഈ തലസ്ഥാനം നാം മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ മനസ്സിലാക്കും. ഏത് സ്കീമിൽ എത്ര ടാക്സേഷൻ ഉണ്ടെന്ന് നാം മനസ്സിലാക്കും. ക്യാപിറ്റൽ ഗെയിൻസ് എന്താണെന്ന് നോക്കും. ഇക്വിറ്റി സ്കീമുകളിൽ എത്ര ടാക്സേഷൻ ഉണ്ട്, ഡെപ്റ്റ് സ്കീമുകളിൽ എത്ര ടാക്സേഷൻ ഉണ്ട് എന്നതും നോക്കും. ഡിവിഡൻഡിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഒരു NRക്ക് ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? വ്യക്തിക്ക് എന്താണ്? കമ്പനിക്ക് എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ഇവ എല്ലാം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ ഈ അധ്യായം പഠിച്ചതിന് ശേഷം മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ടാക്സുകളുടെ പ്രയോഗ്യത, ക്യാപിറ്റൽ ഗെയിൻസ്, ഡിവിഡൻഡ് വരുമാനം, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും തമ്മിലുള്ള വ്യത്യാസം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഗെയിൻസും ലോസുകളും സെറ്റ് ഓഫ് ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ആക്ടും ഇൻകം ടാക്സ് ആക്ടിലെ ആക്ട് സെക്ഷനിൽ ലഭിക്കുന്ന ഇൻകം ടാക്സ് ബെനിഫിറ്റും ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ടെറ്റ്സ് എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവയൊക്കെയും ഈ മുഴുവൻ വിവരങ്ങളും അധ്യായം 8ൻ്റെ ഭാഗമായിരിക്കും. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ ചാനലിൽ പുതിയവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റിൽ ബാക്കി വീഡിയോകളും കാണാം. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ വിഷയം മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട നികുതികളുടെ പ്രയോഗ്യതയാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ നികുതി എങ്ങനെ ബാധകമാണ്, എങ്ങനെ പ്രയോഗിക്കുന്നു, നമുക്ക് ഇതിൽ നോക്കാം. അത് കാണുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് ഒരു പാസ് ത്രൂ വീക്കിലാണെന്നതാണ്. നാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ 2ാം അധ്യായത്തിലെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് സാങ്കേതികമായി തെറ്റാണ്. നാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നില്ല, മറിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ വരുന്നു: ഫണ്ടിൻ്റെ വരുമാനവും നിക്ഷേപകൻ്റെ വരുമാനവും. ഇവയുടെ നികുതി ചികിത്സ രണ്ടും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഈ രണ്ടിൻ്റെയും നികുതി ചികിത്സയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം വരുന്നത് ഫണ്ടിൻ്റെ വരുമാനമാണ്. ഫണ്ട് ഹൗസ് സമ്പാദിച്ച വരുമാനത്തിന് നികുതി ചികിത്സ എങ്ങനെയാണ്? ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഫണ്ട് ഹൗസിൻ്റെ വരുമാനം എന്താണ് എന്ന്. നോക്കൂ, മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമുകൾ ചില മാർക്കറ്റിൽ വിൽക്കാവുന്ന സെക്യൂരിറ്റികളിൽ പണം നിക്ഷേപിക്കുന്നു. അത് എങ്ങനെയെന്നാൽ, ഈ സ്കീമുകൾ ഇക്വിറ്റി ഷെയറുകളിൽ പണം നിക്ഷേപിക്കുന്നു, ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നു, ഡിബെഞ്ചറുകളിലും നിക്ഷേപിക്കുന്നു. ഇവയൊക്കെ മാർക്കറ്റിൽ വ്യാപാരം ചെയ്യുന്ന സെക്യൂരിറ്റികളാണ്. അതിനാൽ ഉദാഹരണത്തിന്, നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു സെക്യൂരിറ്റി വാങ്ങി അത് 110 രൂപ ആയി ഉയർന്നാൽ ഇവിടെ 10 രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും. ആ 10 രൂപയ്ക്ക് മേൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്യാപിറ്റൽ ഗെയിൻസും നഷ്ടങ്ങളും ഉണ്ടാകാം. ക്യാപിറ്റൽ ഗെയിൻസും പലിശയും ഡിവിഡൻഡ് വരുമാനവും ഉണ്ടാകാം. അതിനാൽ ഫണ്ടിൻ്റെ വരുമാനം എന്തായാലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവിടെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഫണ്ട് ഹൗസ് ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ല. ഇന്ത്യയിലെ നിലവിലുള്ള നികുതി നിയമങ്ങൾ പ്രകാരം മ്യൂച്വൽ ഫണ്ടുകളുടെ വരുമാനം ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. കാരണം മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിൽ ട്രസ്റ്റായി രൂപീകരിച്ചിരിക്കുന്നു. കൂടാതെ ട്രസ്റ്റുകൾ മുഴുവൻ നിക്ഷേപകരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവയാണ്. അതിനാൽ ഈ പണം മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റിന് നികുതി നൽകേണ്ടതില്ല. അവർ എത്ര പണം സമ്പാദിച്ചാലും ഏത് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിലേക്കാണ് പണം പോകുന്നത് എന്നത് സംബന്ധമില്ല. അത് ഇക്വിറ്റിയാകാം, ബോണ്ടുകളാകാം, ഷെയറുകളാകാം. നിങ്ങൾക്ക് ലഭിക്കുന്ന റിയലൈസ്ഡ് പ്രോഫിറ്റുകളോ ക്യാപിറ്റൽ ഗെയിനുകളോ ആണെങ്കിൽ അതിന് മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റിന് ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. ഇത് മ്യൂച്വൽ ഫണ്ടുകൾ സമ്പാദിക്കുന്ന വരുമാനമാണ്. ഇപ്പോൾ നാം ഇൻവെസ്റ്റർമാർ സമ്പാദിക്കുന്ന വരുമാനത്തെക്കുറിച്ച് സംസാരിക്കാം. അഥവാ ഇൻവെസ്റ്റർമാർ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തി സമ്പാദിച്ച പണത്തിന് എങ്ങനെയാണ് ടാക്സ് ട്രീറ്റ്മെൻറ്റ്? മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തി ഇൻവെസ്റ്റർമാർ എങ്ങനെ പണം സമ്പാദിക്കാം?
മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV അഥവാ അവർ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയ NAV അത് എക്വിറ്റി സ്കീമോ ഡെറ്റ് സ്കീമോ ആയിരിക്കട്ടെ, NAV ഉയരുമ്പോഴും മാർക്കറ്റിൻ്റെ വളർച്ചയോടെ NAV ഉയരുമ്പോഴും അവർക്ക് ക്യാപിറ്റൽ ഗെയിൻസുകൾ ലഭിക്കും. അങ്ങനെ വന്നാൽ അതിന് അവർക്ക് ടാക്സ് നൽകേണ്ട ബാധ്യത ഉണ്ടാകും. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഡിവിഡൻഡും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സ്കീമിൽ നിന്ന് ഡിവിഡൻഡ് വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്കീമിന് അധികം സർപ്ലസ് തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കും. ഡിവിഡൻഡിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ടാക്സ് നൽകേണ്ടി വരും. രണ്ടിന്റെയും ടാക്സ് ട്രീറ്റ്മെന്റ് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നോക്കേണ്ടത് ഒരു വ്യക്തിഗത നിക്ഷേപകന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എവിടെയാണ് അടിസ്ഥാനമാക്കുന്നത് എന്നതാണ്. 3 കാര്യങ്ങളാണ് നിക്ഷേപകന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് അടിസ്ഥാനമാക്കുന്നത്. ആ 3 കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം ഇൻകത്തിന്റെ തരമാണ്. എന്ത് തരത്തിലുള്ള വരുമാനമാണ് ലഭിച്ചിരിക്കുന്നത്? ഹ്രസ്വകാല നേട്ടങ്ങൾ, ദീർഘകാല മൂലധന നേട്ടങ്ങൾ, ഹ്രസ്വകാല മൂലധന നേട്ടങ്ങൾ, ലാഭവിഹിത വരുമാനം, പലിശ വരുമാനം എന്നിവ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ലഭിച്ച വരുമാനം ഏത് തരത്തിലുള്ളതാണെന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കപ്പെടുന്നത്. അതിനാൽ ആദ്യം വരുമാനത്തിന്റെ തരം. രണ്ടാമത് മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ തരം. നിങ്ങൾ ഏത് സ്കീമിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ടാക്സ് ബാധ്യത നിശ്ചയിക്കപ്പെടുന്നത്. സ്കീമിന്റെ തരം ഏതാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വിറ്റി സ്കീമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെറ്റ് സ്കീമുണ്ട് എങ്കിൽ ആസറ്റുകളുടെ 65% ഇക്വിറ്റിയിലേക്കാണ് പോകുന്നത് എങ്കിൽ അതിനെ ഇക്വിറ്റി സ്കീമുകൾ എന്ന് വിളിക്കും. അതിനു പുറമെ 65% ഡേറ്റിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ നിക്ഷേപം ഡേറ്റ് സ്കീമിലാണെങ്കിൽ അതിനെ ഡേറ്റ് സ്കീം എന്ന് വിളിക്കും. ഇരുവിൻ്റെയും ടാക്സ് ചികിത്സ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഫണ്ട് മറ്റൊരു ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ഞാൻ ഇക്വിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ടാക്സ് ചികിത്സ ഇക്വിറ്റിയുടേതായിരിക്കില്ല. നിസ്സംശയം ആ ഫണ്ട് ഇക്വിറ്റി ഫണ്ടിലേക്കാണ് നിക്ഷേപം ചെയ്യുന്നത് എങ്കിലും അതിന് ഇക്വിറ്റിയുടെ ടാക്സ് ചികിത്സ ലഭിക്കില്ല. പലപ്പോഴും ഈ ചോദ്യം ഉയരാറുണ്ട്. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫണ്ട് ഓഫ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ഫണ്ട് മറ്റൊരു ഫണ്ടിൽ നിക്ഷേപം ചെയ്യുമ്പോൾ, ഒരു ഇക്വിറ്റി ഫണ്ട് മറ്റൊരു ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപം ചെയ്യുമ്പോൾ ടാക്സേഷൻ ആവശ്യങ്ങൾക്ക് അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടായി പരിഗണിക്കപ്പെടില്ല. മൂന്നാമത്തേത്, നിക്ഷേപകന്റെ തരം. നിങ്ങൾ വ്യക്തിഗത നിക്ഷേപകനാണോ, കമ്പനിയാണോ, എന്നറിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ണർഷിപ്പ് ഫർമാണോ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ എങ്ങനെയുള്ള നിക്ഷേപകനാണ്? ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളിലാണ് മ്യൂച്വൽ ഫണ്ടിന്റെ നികുതി ബാധ്യത അടിസ്ഥാനമാക്കുന്നത്. ഒരു നിക്ഷേപകന്റെ കൈകളിൽ. ഇപ്പോൾ നാം ക്യാപിറ്റൽ ഗെയിൻസ് സംബന്ധിച്ച് സംസാരിക്കാം. നാം നമ്മുടെ നിക്ഷേപം വിൽക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുമ്പോഴും നാം മ്യൂച്വൽ ഫണ്ട് വാങ്ങിയ വിലയേക്കാൾ അല്ലെങ്കിൽ ആ NAVയിലേക്കാൾ കൂടുതലായ വിലയിൽ ഇന്ന് വിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, നാം 100 രൂപയുടെ NAVയിൽ ഒരു ഫണ്ട് വാങ്ങി ഇന്ന് അതിനെ നാം 200 രൂപയുടെ NAVയിൽ റിഡീം ചെയ്യുന്നു എങ്കിൽ ആ വ്യത്യാസം വാർഷികമായി വരും. അതിനാൽ യൂണിറ്റുകളുടെ വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം ആണ് ഇത്. അതാണ് ക്യാപിറ്റൽ ഗെയിനും ക്യാപിറ്റൽ ലോസും. അത് മൈനസിലാണെങ്കിൽ, അതായത് നിങ്ങൾ യൂണിറ്റുകൾ വിൽക്കാൻ പോയപ്പോൾ അതിൻ്റെ വില മുൻപ് വാങ്ങിയ വിലയിൽ നിന്ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടാകും. എന്നാൽ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വിൽപ്പന NAV നിങ്ങളുടെ വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കും. ക്യാപിറ്റൽ ഗെയിനിൻ്റെ നികുതി ചികിത്സ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 കേസുകളിലും, അതായത് ഇക്വിറ്റി സ്കീമുകളിലും നോൺ ഇക്വിറ്റി സ്കീമുകളിലും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പട്ടിക കാണാം. അതിൽ നാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. ആദ്യമേ തന്നെ നസ്മയുടെ പുസ്തകത്തിൽ ഇത് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. കൂടാതെ ചോദ്യവും വളരെ നേരിട്ടുള്ള രീതിയിലാണ് വരിക. ഹ്രസ്വകാല മൂലധന നേട്ടങ്ങൾ നോക്കൂ. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകളിൽ ഇത് 15% ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10%. അതിനു മുമ്പ് നമുക്ക് നോക്കേണ്ടതുണ്ട്, ഇക്വിറ്റിയുടെ കാര്യത്തിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണ് എന്ന്. അതിനാൽ ഇക്വിറ്റി അധിഷ്ഠിതമല്ലാത്ത സ്കീമുകളുടെ കാര്യത്തിൽ 3 വർഷത്തിൽ കൂടുതലുള്ള ഹോൾഡിംഗ് കാലയളവായി ദീർഘകാലത്തെ നിർവചിച്ചിരിക്കുന്നു. അതേസമയം ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ ഇത് 1 വർഷത്തേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമിൽ 1 വർഷത്തേക്കാൾ കൂടുതൽ നിക്ഷേപം തുടരുകയോ 1 വർഷത്തേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ടാക്സ് ട്രീറ്റ്മെന്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരും. അതുപോലെ നോൺ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ, അതായത് ഡെറ്റ് സ്കീമുകളിൽ നിങ്ങൾ 3 വർഷം അല്ലെങ്കിൽ അതിലധികം നിക്ഷേപം തുടരുകയാണെങ്കിൽ അതും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ട്രീറ്റ്മെന്റിൽ വരും. അതിനാൽ ഇവിടെ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്, ഇക്വിറ്റി സ്കീമുകളുടെ കാര്യത്തിലും നോൺ ഇക്വിറ്റി സ്കീമുകളായ ഡെറ്റ് സ്കീമുകളുടെ കാര്യത്തിലും. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിലേക്ക് വരാം. ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് 15%, അതേസമയം ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് 10% ഫ്ലാറ്റ് ആണ്. ഇപ്പോൾ നോൺ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകളുടെ കാര്യത്തിൽ സംസാരിക്കാം. നോക്കൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നത്, അതായത് നിങ്ങൾ ഡെറ്റ് സ്കീമിൽ നിന്ന് 3 വർഷം കഴിഞ്ഞ് മുമ്പ് പണം പിൻവലിച്ചാൽ അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്താണ്? നിക്ഷേപകന് ബാധകമായ മാർജിനൽ ടാക്സ് റേറ്റാണ്.
നിക്ഷേപകന്റെ ടാക്സ് റേറ്റ് എത്രയാണോ നിക്ഷേപകന്റെ വരുമാനത്തിൽ ഇത് ചേർക്കപ്പെടും. പിന്നെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചുള്ള ബാധ്യതയാണ് നിക്ഷേപകൻ അടയ്ക്കേണ്ടത്. ഇപ്പോൾ നോൺ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമിലോ ഡെറ്റ് സ്കീമിലോ ഒരു നിക്ഷേപകൻ 3 വർഷത്തിലധികം നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് നോക്കാം. ടേബിളിൽ വീണ്ടും എഴുതിയിരിക്കുന്നതുപോലെ നോൺ ടർമും ലോങ് ടർമും ക്യാപിറ്റൽ ഗെയിൻസ് നോൺ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ 20% ഇൻഡെക്സേഷൻ ബെനിഫിറ്റോടു കൂടിയാണ്. അതിനാൽ അവിടെ നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റും ലഭിക്കും. ഇതായിരുന്നു ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്, അതായത് ഇക്വിറ്റി സ്കീമുകളിലും ഡെറ്റ് സ്കീമുകളിലും ഇരുവശത്തും. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യവും ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,00,000 രൂപയ്ക്ക് മുകളിൽ മാത്രമേ ബാധകമാവൂ. 1,00,000 രൂപയ്ക്ക് താഴെയുള്ള എല്ലാ ഗെയിനുകളും ടാക്സിന് വിധേയമല്ല. അതിനാൽ സർക്കാർ ഇത് വളരെ വ്യക്തമായി NSMന് അറിയിച്ചു. മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ ഒരു വർഷത്തിൽ 1,00,000 രൂപയ്ക്ക് താഴെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഉദാഹരണത്തിന് ആരുടെയോ വരുമാനം 1,10,000 രൂപയായി. ആരുടെയോ ക്യാപിറ്റൽ ഗെയിൻ 1,00,000 രൂപയായിരിക്കും ഉദാഹരണത്തിന്. പിന്നെ അവൻക്ക് 10,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. എന്തായാലും അത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നതനുസരിച്ച് ടാക്സ് ബാധകമാകും. പക്ഷേ 10,000 രൂപയ്ക്ക് ടാക്സ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും. ഇപ്പോൾ നാം ഡിവിഡൻഡ് വരുമാനത്തെക്കുറിച്ച് സംസാരിക്കാം. കാണൂ, ഡിവിഡൻഡ് വരുമാനം നിക്ഷേപകരുടെ കയ്യിൽ ടാക്സ് ഫ്രീ ആയിരുന്നു. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ നിക്ഷേപകർക്ക് ലഭിച്ച എല്ലാ ഡിവിഡൻഡ് വരുമാനവും പൂർണ്ണമായും ടാക്സ് ഫ്രീ ആയിരുന്നു. അത് അർത്ഥം ഒരു നിക്ഷേപകന് ലഭിച്ച ഡിവിഡൻഡിന് യാതൊരു ടാക്സും അടയ്ക്കേണ്ടതില്ലായിരുന്നു. പൂർണ്ണമായും ടാക്സ് ഫ്രീ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2020 യൂണിയൻ ബജറ്റിൽ ധനകാര്യ മന്ത്രാലയം അവതരിപ്പിച്ചതനുസരിച്ച് ഡിവിഡൻഡുകൾക്ക് ഇനി ടാക്സ് ബാധകമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ഡിവിഡൻഡുകളും നിങ്ങളുടെ വരുമാനത്തിൽ ചേർക്കപ്പെടും. അതനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച്. ടാക്സേഷനിൽ അടുത്ത വിഷയം മ്യൂച്വൽ ഫണ്ടുകളിലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോഴും സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമാണ്. എത്രയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഈ വിഷയത്തിൽ 100% ചോദ്യം വരും. അതിനാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഏത് ട്രാൻസാക്ഷനുകളിൽ ബാധകമാണ്, എത്രയാണ് ഈടാക്കുന്നത് എന്നതും നോക്കാം. 2020 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതായി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങൽ ട്രാൻസാക്ഷനുകൾക്ക് എതിരായി ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ലംസം ഇൻവെസ്റ്റ്മെന്റ് ആയാലും SIP, STP, സ്വിച്ചിംഗ്, ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെന്റ് എന്നിവയിലൂടെയായാലും നിക്ഷേപിച്ച തുകയിലെ 0.005% നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കും. നിങ്ങളുടെ എല്ലാ വാങ്ങൽ ട്രാൻസാക്ഷനുകളും അതു SIP ആയാലും ലംസം ആയാലും സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ആയാലും സ്വിച്ചിങ്സ് ആയാലും ഇവയെല്ലാം സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വിധേയമാണ്. ഇവയ്ക്ക് 0.005% സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കപ്പെടും. ഇത് NSM ബുക്കിൽ നൽകിയിരിക്കുന്ന പൂർണ്ണമായ ലിസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്. സ്കീമുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമായിരിക്കും. ഇൻഫ്ലോ പർച്ചേസ് ട്രാൻസാക്ഷൻ, അഡീഷണൽ പർച്ചേസ്, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ്, സ്കീം ഇൻവെസ്റ്റ്മെന്റ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ക്യാപിറ്റൽ വിഡ്രോൾ, ഇത് നാം ഡിവിഡൻഡ് ട്രാൻസ്ഫർ പ്ലാൻ എന്നും വിളിക്കുന്നു, എന്നിവയിലൊക്കെയും. ഇവയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ എല്ലാ ഇടപാടുകൾക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമാകും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ശൂന്യമായത് 0.005%. നിങ്ങൾ നിക്ഷേപിച്ച മൊത്തം തുകയിലെ 0.005% ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി. ചില വർഷങ്ങളിൽ ക്യാപിറ്റൽ നഷ്ടം സംഭവിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ആ ക്യാപിറ്റൽ നഷ്ടം നാം സെറ്റ് ഓഫ് ചെയ്യാനാകുമോ? പിന്നീട് ക്യാപിറ്റൽ ഗെയിൻസുമായി ബന്ധപ്പെട്ട് നാം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നാം നോക്കാം. അടുത്ത വിഷയം ഇതാണ്. ഇൻകം ടാക്സ് ആക്ടിൽ ക്യാപിറ്റൽ ഗെയിൻസും ലോസും സെറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നാം വിശദീകരിക്കും. ക്യാപിറ്റൽ നഷ്ടമുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നതിനെ ആശ്രയിച്ചാണ്. അതിനെ മറ്റു വരുമാന ഫലവുകളുമായി, ഉദാഹരണത്തിന് ശമ്പളം, സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഏതെങ്കിലും ക്യാപിറ്റൽ നഷ്ടം ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ അത് മറ്റേതെങ്കിലും വരുമാന ഫലവിൽ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയുക. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. അതിനാൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ കാര്യം വളരെ പ്രധാനമാണ്. ഇതാണ് ഇൻകം ടാക്സ് ആക്ടിൽ ഉള്ള നിയമം. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനുകളും ലോസുകളും സെറ്റ് ഓഫ് ചെയ്യാമെന്നത് സംബന്ധിച്ച്. അടുത്തത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. എങ്ങനെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഈടാക്കപ്പെടുന്നു, ഏത് അസറ്റ് ക്ലാസുകളിൽ ഈ ടാക്സ് ബാധകമാണ് എന്നതെല്ലാം നമുക്ക് നോക്കാം. ഒരു നിക്ഷേപകൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ AMCയിലോ ഒരു ഇക്വിറ്റി ഫണ്ടിന്റെ യൂണിറ്റുകൾ വിൽക്കുമ്പോൾ അവൻ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ഒരു ഇക്വിറ്റി സ്കീമിന്റെ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ സെക്യൂരിറ്റീസ് ഇടപാട് നികുതി ബാധകമല്ല. അതിനാൽ നിങ്ങൾ ഒരു ഇക്വിറ്റി സ്കീം വാങ്ങുമ്പോൾ, അതായത് നിങ്ങൾ വാങ്ങുമ്പോൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ബാധകമല്ല.
എന്നാൽ നിങ്ങൾ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകൾ വിൽക്കുമ്പോൾ, അതായത് സെയിൽ ചെയ്യുമ്പോൾ, ആ സമയത്ത് നിങ്ങൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് നൽകേണ്ടതുണ്ട്. അത് മൊത്തം മാർക്കറ്റ് മൂല്യത്തിന്റെ 0.001%. ഒരു ടേബിൾ വഴി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ എസ്ടിഡി ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപകരിൽ ബാധകമാണ്. ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇത് ബാധകമല്ല, ഇത് മാത്രം ഇക്വിറ്റിയിലാണ് ബാധകമാകുന്നത്. ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ എസ്ടിഡി ഇല്ല. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടിന്റെ യൂണിറ്റുകൾ ഡെലിവറി അടിസ്ഥാനത്തിൽ വിൽക്കുമ്പോൾ 0.001% എസ്ടിഡി ബാധകമാണ്. ഇക്വിറ്റി ഷെയറുകൾ, ബിസിനസ് ട്രസ്റ്റിന്റെ യൂണിറ്റുകൾ, ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ നോൺ ഡെലിവറി അടിസ്ഥാനത്തിൽ വിൽക്കുമ്പോൾ 0.025% എസ്ടിഡി ബാധകമാണ്. മ്യൂച്വൽ ഫണ്ടിൻ തന്നെ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ വിൽക്കുമ്പോൾ 0.001% എസ്ടിഡി ബാധകമാണ്. ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ വിൽപ്പനയ്ക്ക് പോകുമ്പോൾ 0.001% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടയ്ക്കേണ്ടതുണ്ടാകും. അടുത്തത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റാണ്. 80C പ്രകാരം നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നോക്കൂ, നാം LSS സ്കീമിൽ, അതായത് ഇക്വിറ്റി ലിങ്ക് സേവിങ്സ് സ്കീമിൽ നിക്ഷേപം നടത്തുമ്പോൾ അതൊരു പ്രത്യേക തരം ഫണ്ടാണ്. അതിൽ നമുക്ക് സെക്ഷൻ 80C പ്രകാരം ഇൻകം ടാക്സ് റിബേറ്റ് ലഭിക്കും. അതിന്റെ പരമാവധി പരിധി 1.5 ലക്ഷം രൂപയാണ്. അതിനർത്ഥം നാം ഒരു LSS സ്കീമിൽ 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപം ചെയ്താൽ അവിടെ 3 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാകും. നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സിൽ റിബേറ്റ് ലഭിക്കും. അതായത് നികുതി നൽകേണ്ട വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ വരുമാനം 1.5 ലക്ഷത്തിൽ താഴെയായി മാറുന്നു. ഉദാഹരണത്തിന്, എന്റെ വരുമാനം 6 ലക്ഷം രൂപയാണ്. ഞാൻ 1.5 ലക്ഷം രൂപ LSSൽ നിക്ഷേപിച്ചാൽ എന്റെ ബാക്കി വരുമാനം 6 ലക്ഷം മൈനസ് 1.5 ലക്ഷം, അതായത് 4.5 ലക്ഷം രൂപയാകും. അതിനാൽ ഞാൻ 4.5 ലക്ഷം രൂപയുടെ വരുമാനത്തിന് ടാക്സ് നൽകേണ്ടി വരും. അതിനാൽ ഈ രീതിയിൽ LSS സ്കീമുകളിൽ നിക്ഷേപിച്ച് ഞാൻ 1.5 ലക്ഷം രൂപ വരെയുള്ള വരുമാനം സംരക്ഷിക്കാനാകും. ഇതാണ് സെക്ഷൻ 80C പ്രകാരം എനിക്ക് ലഭിക്കുന്ന പ്രയോജനം. LSS സ്കീമിൽ പരമാവധി 1.5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ. അടുത്ത TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. റെസിഡൻഷ്യൽ ഇൻവെസ്റ്റർമാർക്ക് TDS ഇല്ല. നിങ്ങൾ യൂണിറ്റുകൾ വിറ്റ് ലഭിക്കുന്ന മുഴുവൻ പണവും നിങ്ങൾക്ക് മുഴുവൻ ലഭിക്കും. അതിന്മേൽ യാതൊരു TDSും പിടിക്കപ്പെടില്ല. റെസിഡൻഷ്യൽ വ്യക്തികളുടെ കാര്യത്തിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇല്ല. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ NRAകൾക്കായി TDS ഉണ്ടാകും. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിന്നുള്ള ലാഭവിഹിതത്തിന്റെ കാര്യത്തിൽ താമസക്കാരായ ഇന്ത്യക്കാർക്ക് പോലും TDS ബാധകമാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിന്നുള്ള ഡിവിഡൻഡുകളുടെ കാര്യത്തിൽ റെസിഡൻഷ്യൽ ഇന്ത്യൻസിനും TDS ബാധകമാണ്. ഡിവിഡൻഡ് തുക രൂപ 5000 കവിഞ്ഞാൽ അതിന്റെ 10% ടാക്സ് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നത്. ഇപ്പോൾ GSTയുടെ ബാധ്യതയും പ്രയോഗ്യതയും കുറിച്ച് സംസാരിക്കാം. MCകൾ ബാധകമായ നിയമങ്ങൾ പ്രകാരം GST ഈടാക്കാൻ കഴിയും. ആ നിയമങ്ങൾ ഏതാണ് എന്നും എത്രയും എങ്ങനെ MC GST ഈടാക്കുന്നു എന്നും ഈ പട്ടികയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, സെബി അവരുടെ മ്യൂച്വൽ ഫണ്ട് റെഗുലേഷനുകളിൽ വ്യക്തമായ പരിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരിധികൾക്കുള്ളിലായിരിക്കണം ഈ ചാർജ് ഈടാക്കേണ്ടത്. ഒരു MC GST ഈടാക്കാൻ കഴിയും. ഫീസ് അടയ്ക്കുമ്പോൾ GST ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആൻഡ് അഡ്വൈസറി ഫീസിൽ ഈടാക്കേണ്ടതാണ്. ഇത് സ്കീമിൽ നിന്ന് ഈടാക്കും. ആകെ ചെലവിന്റെ പരിധികൾക്ക് പുറമെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ പ്രൊവിഷനുകൾ പ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നതുപോലെ. രണ്ടാമതായി, ഇൻവെസ്റ്റ്മെന്റും അഡ്വൈസറി ഫീസും ഒഴികെയുള്ള എല്ലാ ഫീസുകളിലും GST സ്കീമിൽ നിന്ന് ഈടാക്കേണ്ടതാണ്. എന്നാൽ ഇത് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോയുടെ പരമാവധി പരിധിക്കുള്ളിലായിരിക്കണം. മറ്റൊന്നും ഇല്ലെങ്കിൽ എക്സിറ്റ് ലോഡിൽ GST ഈടാക്കുന്നതും അതിൽ നിന്ന് കുറയ്ക്കുന്നതും ആയിരിക്കും. ശേഷിക്കുന്ന നെറ്റ് തുക സ്കീമിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ട്രേഡിന്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട ബ്രോക്കറേജിലും ട്രാൻസാക്ഷൻ കോഡ് ചെലവുകളിലും GST ഈടാക്കുന്നതും അതിനായി എങ്കിൽ ആകെ ചെലവിന്റെ അനുപാതം ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ നിശ്ചയിച്ച പരിധിക്കുള്ളിലായിരിക്കും. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകേണ്ട കമ്മീഷനും ARN ഹോൾഡർ കേസിൽ ബാധകമായ GSTക്ക് വിധേയമായിരിക്കും. അതിനാൽ ഈ തരത്തിലുള്ള നികുതി സ്കീമിൽ നിന്ന് ഈടാക്കാൻ കഴിയില്ല. അപ്പോൾ ഗൈസ്, ചാപ്റ്റർ എയിലെ ടാക്സേഷൻ ഭാഗം ഇത്രയായിരുന്നു. ടാക്സേഷനുമായി ബന്ധപ്പെട്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ നന്നായി പഠിച്ചാലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടായാലോ അത് മതിയാകും. എത്ര ചോദ്യം വന്നാലും ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതായിരിക്കും അവ. നിങ്ങൾ ഇത്രയും കണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടോ എങ്കിൽ നിങ്ങൾ നാഷൻ സീരീസ് 5 പാസ്സാകും. വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ കഴിയും. ഇത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ടാക്സ് ട്രീറ്റ്മെന്റ് അറിയാൻ വേണ്ടിയാണ്. കാണൂ, ഒടുവിൽ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഏക ഉദ്ദേശം നിങ്ങൾക്ക് NSEM 5A പരീക്ഷ പാസ്സാക്കാൻ സഹായിക്കാനാണ്. അതിനാലാണ് ആ പ്രത്യേക പോയിന്റുകൾ സ്പർശിച്ച് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് NSEM സീരീസ് 5A പരീക്ഷയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാനും വെറും ഈ വീഡിയോ കണ്ടാൽ മതി പാസ്സാകാനും ഞങ്ങൾ ഉറപ്പാക്കുന്നു. അപ്പോൾ അതാണ് ചാപ്റ്റർ 8ൽ നിന്നുള്ള എല്ലാം. ഇപ്പോൾ ചാപ്റ്റർ 8ലെ ചില ചോദ്യങ്ങൾ നോക്കാം.
ചോദ്യം 1. മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ വഴി ലഭിക്കുന്ന വരുമാനത്തിന് എന്ത് നികുതിയാണ് ബാധകമാകുന്നത്? മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ വഴി സമ്പാദിച്ച വരുമാനത്തിൽ എന്ത് നികുതി ബാധകമാകും? ഇത് നാം തുടക്കത്തിൽ തന്നെ വ്യക്തമായി വിശദീകരിച്ചു. ഇത് വരുമാനത്തിന്റെ തരം അനുസരിച്ചുള്ളതാണ്. സെയിൽസ്, ഡിവിഡൻഡ്, ഷോർട്ട് ടേം ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴി സമ്പാദിക്കുന്ന വരുമാനങ്ങൾക്ക് വ്യത്യസ്ത നികുതി നിരക്കുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ സമ്പാദിക്കുന്ന ചില വരുമാനങ്ങൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. 10% പ്ലസ് സർചാർജ് ബാധകമാണ്. ഇത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിക്ഷേപിക്കുന്ന ഓരോ നിക്ഷേപകനും ബാധകമായ മാർജിനൽ നികുതി നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് ലഭിക്കുന്ന വരുമാനം സംബന്ധിച്ച് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. അതായത് അവയ്ക്ക് നികുതി ബാധ്യതയില്ല. മ്യൂച്വൽ ഫണ്ടുകൾക്ക് അവരുടെ വരുമാനത്തിൽ നികുതി നൽകേണ്ടതില്ല. കാരണം ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ട്രസ്റ്റുകളായി രൂപീകരിച്ചിരിക്കുന്നു. കൂടാതെ ഈ ട്രസ്റ്റുകൾ അവരുടെ നിക്ഷേപകരുടെ വേണ്ടി, അതായത് ലാഭം ലഭിക്കുന്നവരുടെ വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനാലാണ് ഉത്തരം ബി ആണെന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള വരുമാനം നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യം. താഴെ പറയുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിന്ന് റിഡംപ്ഷൻ നടത്തുമ്പോൾ ഏതാണ് ഒരു നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ബാധകമാകുന്നത്? ഇത് നാം വളരെ നന്നായി കണ്ടു. ഇവിടെ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. മൾട്ടി ക്യാപ് ഫണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, ഓവർനൈറ്റ് ഫണ്ട്. STD എപ്പോഴും ബാധകമാണ് നാം സെൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളെ. ഇവിടെ ഇക്വിറ്റി ഓറിയന്റ് സ്കീം എന്നത് ഒരു മൾട്ടി ക്യാപ് സ്കീമാണ്. മറ്റുള്ളവ എല്ലാം ഡെറ്റ് സ്കീമുകളാണ്. അതിനാൽ ഉത്തരം ഒരു മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ്. 3. നോൺ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന്റെ നിരക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നോൺ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന്റെ നിരക്ക് ഇൻഡെക്സേഷനോടുകൂടി 20%. ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരു പട്ടികയിലൂടെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഉത്തരം സി ആണ്, ഇൻഡെക്സേഷനോടുകൂടി 20%. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിനുകളുടെ കാര്യത്തിൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ബാധകമാണോ എന്ന് നോക്കാം. അതിനാൽ ഓപ്ഷനുകൾ പരിശോധിക്കാം. ഗാർഡിയൻ മുഖേന മൈനർ നോൺ റെസിഡന്റ് ഇന്ത്യൻസുകൾ കൂടാതെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിച്ച നിക്ഷേപകർ. മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ TDS ബാധകമല്ല. അതിനാൽ ഉത്തരം ബി ആണ്, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസുകൾ. ചോദ്യം 5. ഇൻകം ടാക്സ് ആക്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ അനുവദിക്കുന്നു. കാലാവസ്ഥ ശരിയും തെറ്റും എന്ന സംസ്ഥാനം. 5. ഇൻകം ടാക്സ് ആക്ട് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസുകൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ അനുവദിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് ഇത് അനുവദിക്കുന്നു. അതിനാൽ ഉത്തരം ശരിയാണ്. അതിനാൽ വീഡിയോ മുഴുവൻ കാണുന്നതിനും ഞങ്ങളോടൊപ്പം തുടരുന്നതിനും വളരെ നന്ദി. ഇതായിരുന്നു എല്ലാ ചോദ്യങ്ങളും. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. വളരെ നന്ദി.